ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്തായി കങ്ങരപ്പടി എന്ന ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു 4 ബെഡ്റൂം വലിയ വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. കണ്ടംപററി സ്റ്റൈലിൽ വളരെ സിമ്പിളായിട്ടാണ് ഈ വീടിൻ്റെ എലിവേഷൻ കൊടുത്തിരിക്കുന്നത്. 4700 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2250 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 4 കിലോമീറ്ററും ഇടപ്പള്ളി ലുലു മാളിലേക്ക് 6 കിലോമീറ്ററും കൊച്ചിൻ മെഡിക്കൽ കോളേജിലേക്ക് 1.5 കിലോമീറ്ററുമാണ് വരുന്നത്. ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം 500 മീറ്ററുമാണ്. ഈ വീടിന്റെ ഇരുവശത്തു കൂടിയും റോഡ് പോകുന്നത് നമുക്കിവിടെ കാണാനാവുന്നുണ്ട്. ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച വീതിയുള്ള വഴിയും മുനിസിപ്പൽ ടാർ റോഡ് ഫ്രണ്ടേജും കൂടി വരുന്ന 2 വഴികൾക്ക് മുന്നിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 2 വഴികളിലൂടെയും നമുക്ക് വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള എൻട്രൻസ് നൽകിയിട്ടുണ്ട്. GI ട്യൂബിൽ GI ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള നീളമേറിയ സ്ലൈഡിംഗ് ഗേറ്റുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് കടന്നു ചെല്ലുന്നത് നമ്മൾ ഈ വീട്ടിലെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. 2-3 വണ്ടികൾ വരെ ഒരേ സമയം നമുക്ക് ഈ വീടിന് മുന്നിൽ പാർക്ക് ചെയ്യാവുന്നതാണ്. മുഴുവൻ പാർക്കിംഗ് ഏരിയയും കവേർഡ് ഏരിയയ്ക്ക് തന്നെയാണ് ബിൽഡർ ഇവിടെ ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ട് മുതൽ സൈഡ് ഭാഗവും എല്ലാം തന്നെ ടൈലുകൾ വിരിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. വീടിന്റെ ചുറ്റുഭാഗം നടക്കുന്നതിനായി ആവശ്യത്തിന് സ്പേസും ഇവിടെ നൽകിയിട്ടുണ്ട്. മുഴുവനായി തന്നെ ഗ്രാനൈറ്റിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി ഈ വീടിന്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. മനോഹരമായ ഒരു കൊത്തുപണിയിൽ തേക്കിൻ തടിയിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന നല്ലൊരു മെയിൻ ഡോർ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. ആവശ്യത്തിന് സ്പേസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. ഡേ ടൈമിൽ നമുക്ക് മറ്റ് ലൈറ്റുകളുടെ യാതൊരു ആവശ്യവും ഈ വീട്ടിൽ വരുന്നില്ല. നല്ല രീതിയിൽ തന്നെ വെന്റിലേഷനുകൾ എല്ലാ ഭാഗത്തും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ ഡൈനിങ് ഏരിയയിലേക്കൊന്ന് കടന്നു ചെല്ലാം. വളരെ സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഈ വീടിന്റെ ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത്. 12 അതിൽ കൂടുതലോ ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വലിയൊരു ഡൈനിങ് ടേബിൾ വരെ നമുക്കിവിടെ സുഖമായി ഇടാവുന്നതാണ്. ചെറിയൊരു ഗാർഡൻ ഏരിയ സെറ്റ് ചെയ്യാനുള്ളൊരു വർക്കാണ് നിലവിലിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹിൻഡോർ ബ്രാൻഡിന്റെ പ്രീമിയം ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. അല്പം നീളമേറിയ ഒരു കിച്ചനാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. നല്ല വീതിയിലും നീളത്തിലും വരുന്ന കബോർഡുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫ്രിഡ്ജും മറ്റും വെക്കുന്നതിനായിട്ടുള്ള ഡെഡിക്കേറ്റഡ് സ്പോട്ടും ഇവിടെ നമുക്ക് കാണാം. വളരെയധികം ക്വാളിറ്റിയിൽ തന്നെയാണ് ഇത് മുഴുവനായി ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നാനോവൈറ്റ് ടൈലുകളാണ് കിച്ചൺ ടോപ്പായി നൽകിയിരിക്കുന്നതും. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കിച്ചന് പുറമെ ഇവിടെ നമുക്കൊരു വലിയ വർക്ക് ഏരിയ കൂടി ബിൽഡർ ചെയ്തിട്ടുണ്ട്. താഴെയും മുകളിലുമായി നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെയും നമുക്ക് കാണാം. കിച്ചൺ ചെയ്തിരിക്കുന്നതിന്റെ അതേ ഫിനിഷിങ്ങിൽ തന്നെയാണ് വർക്ക് ഏരിയയും കൊടുത്തിരിക്കുന്നത്. വർക്ക് ഏരിയയുടെ ഒരു ഭാഗത്തായി വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടൊരു പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്തതായി നമുക്കിനി വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. ബെഡ്റൂമിന്റെ ഒരു വാള് മുഴുവനായി തന്നെ വാർഡ്രോബ് ചെയ്യാനായി യൂസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും വലിയ വാർഡ്രോബുള്ള വീടുകൾ വളരെ റെയറായി മാത്രമാണ് നമ്മൾ കാണാറുള്ളത്. ബോർഡിന്റെ ഒരു ഭാഗത്തായി ചെറിയൊരു വർക്കിംഗ് സ്പേസും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വെറ്റ് ആൻഡ് ഡ്രൈ ആക്കി തന്നെയാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഹിൻഡോർ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 10x10 സൈസിലാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. 3 വളകളുള്ള വലിയൊരു വാർഡ്രോബ് തന്നെ ഇവിടെ നമുക്ക് കാണാം. താഴ്ഭാഗത്ത് നിന്ന് റൂഫ് ടോപ്പ് വരെ മുട്ടിച്ചുകൊണ്ടാണ് വാർഡ്രോബുകൾ നൽകിയിരിക്കുന്നത്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൂടി തന്നെയാണ് ഈ ബാത്റൂം ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ആക്കി തന്നെയാണ് ഇതും കൊടുത്തിട്ടുള്ളത്. ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. മുഴുവനായി ഗ്രാനൈറ്റിലാണ് സ്റ്റെയർവേ നൽകിയിരിക്കുന്നത്. ടഫൻ ഗ്ലാസ് ഇട്ട് വുഡ് കൊണ്ട് കവർ ചെയ്താണ് ഹാൻഡ് റെയിലും നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ വീട്ടിലെ അപ്പർ ലിവിംഗ് ഏരിയയാണ്. ആവശ്യത്തിന് വെന്റിലേഷനും ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം.
ഏകദേശം 10 അടി നീളത്തിൽ തന്നെയാണ് ഈ ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഇവിടെ നമുക്ക് കാണാം. വെറ്റ് ആൻഡ് ഡ്രൈ ആക്കി കൊടുത്തിരിക്കുന്ന ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഈ ബെഡ്റൂമിന് നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ്. താഴത്തെ മുറിയിൽ കണ്ടതുപോലെ തന്നെ ഒരു ഭിത്തി മുഴുവനായി വരുന്ന വലിയൊരു വാർഡ്രോബ് തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബുകളുടെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും നൽകാതെയാണ് ബിൽഡർ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ്. ഒരു ബാൽക്കണിയായോ യൂട്ടിലിറ്റി ഏരിയയൊക്കെ ഒരേ സമയം യൂസ് ചെയ്യാവുന്നത്ര വളരെ സ്പേഷ്യസ് ആയ ഒരു ഏരിയ തന്നെ ഇവിടെ നമുക്ക് കാണാം. ഏകദേശം 22 അടിയോളം വീതിയിലാണ് ഈ ഏരിയ വരുന്നത്. ബർത്ത്ഡേ പാർട്ടിയൊക്കെ പോലെയുള്ള ചെറിയൊരു ഫംഗ്ഷൻ നടത്താൻ നമുക്ക് ഈ ഏരിയ ധാരാളം മതിയാവും. റൂഫ് ടോപ്പിലേക്ക് പോകാനുള്ള സ്റ്റെയർവേ നൽകിയിരിക്കുന്നതും ഇവിടെ നിന്ന് തന്നെയാണ്. ആവശ്യമെങ്കിൽ കസ്റ്റമർക്ക് ഈ ഏരിയ മുഴുവനായി തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് കവേർഡ് ആക്കാവുന്നതാണ്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 4.25 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2450 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമാക്കി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 1.5 കോടിയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഈ വീടിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.